പുൽവാമയിൽ കശ്മീരി പണ്ഡിതിനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. പുൽവാമയിലെ ബാങ്ക് സുരക്ഷാ ഉദ്യോഗസ്ഥനായ സഞ്ജയ് ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ പ്രാദേശിക വ്യാപാര കേന്ദ്രത്തിലേക്ക് പോകുന്നതിനിടെയാണ് ഭീകരർ ആക്രമിച്ചത്. വെടിയേറ്റ ഉടൻ തന്നെ സഞ്ജീവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് 4-ാം ശനിയാഴ്ചയും അവധിയാക്കണമെന്ന ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ മുഖ്യമന്ത്രി തള്ളി. ഇടത് സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചത്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് 4-ാം ശനിയാഴ്ചയും അവധിയാക്കണമെന്ന ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ മുഖ്യമന്ത്രി തള്ളി. NGO യൂണിയനും സെക്രട്ടേറിയറ്റ് സർവീസ് അസോസിയേഷനും നിർദ്ദേശത്തെ ശക്തമായി എതിർത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. നിർദ്ദേശപ്രകാരം പ്രവൃത്തി ദിവസങ്ങളിൽ പ്രതിദിനം 15 മിനിറ്റ് അധികം ജീവനക്കാർ തൊഴിൽ ചെയ്യേണ്ടതായി വരും. ഒപ്പം പ്രതിവർഷം 20 കാഷ്വൽ ലീവ് എന്നത് 18 കുറയ്ക്കും. ഈ നിർദ്ദേശങ്ങളാണ് ഇടത് സംഘടനകളെ ചൊടിപ്പിച്ചത്. NGO യൂണിയൻ, സെക്രട്ടേറിയറ്റ് സർവീസ് അസോസിയേഷൻ എന്നീ ഇടത് സംഘടനകൾ ഒഴികെ മറ്റു വലത് സംഘടനകൾ അടക്കം നിർദ്ദേശത്തെ അനുകൂലിച്ചിരുന്നു. ജീവനക്കാരുടെ ആശ്രിത നിയമനം നിയന്ത്രിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ 4-ാം ശനിയാഴ്ച അവധി എന്ന നിർദ്ദേശം വെച്ചത്. 1 വർഷത്തിനകം ജോലി കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമായി ആശ്രിത നിയമനം പരിമിതപ്പെടുത്തുന്നതിനാണ് നിയന്ത്രണത്തിൽ നീക്കം നടത്തിയത്. അന്ന് പ്രതിദിന പ്രവൃത്തി സമയം കൂട്ടുന്നതിനൊപ്പം 5 കാഷ്വൽ ലീവ് കുറയ്ക്കുമെന്നും സർവീസ് സംഘടനകളോട് ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നു. എതിർപ്പിനെ തുടർന്ന് കുറയ്ക്കുന്ന 5 കാഷ്വൽ ലീവുകളുടെ എണ്ണം 2 ചുരുക്കുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനവും ഇടത് സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ സഹായിച്ചില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.